ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഞാനിന്ന് എറണാകുളത്തിനടുത്ത് പൂക്കാട്ടുപടി എന്ന സ്ഥലത്തു നിന്ന് ഒരല്പം ഏതാണ്ട് ഒരു 2.5 കിലോമീറ്റർ ദൂരത്തുള്ള സ്ഥലത്തിൻ്റെ പേര് പഞ്ചായത്ത് റോഡ് എന്ന സ്ഥലത്താണ്. അവിടെ ബഹുമാനപ്പെട്ട ഷാജി ജോസഫ് പാസ്റ്ററെ കാണുവാനായിട്ട് വന്നതാണ്. ഇന്ന് ഈ പാസ്റ്ററോട് ചില ഉപദേശ വിഷയങ്ങൾ, ബൈബിളിലെ ചില ഉപദേശ വിഷയങ്ങൾ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പാസ്റ്ററെ, ഗോസ്പൽ TV UP എന്ന ഈ യൂട്യൂബ് ചാനലിലേക്കും ഗോസ്പൽ ഫോർ ഇന്ത്യ എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയിലേക്കും പാസ്റ്ററെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. പാസ്റ്ററെ കണ്ടതും പരിചയപ്പെട്ടതും ജീവിതത്തിൽ ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ്. ചില ഉപദേശ വിഷയങ്ങൾ പാസ്റ്ററുമായിട്ടൊന്ന് ചോദിച്ച് മനസ്സിലാക്കുവാനായിട്ടാണ്. അപ്പൊ ഇന്ന് ഈ സംസാരിക്കുന്ന ഈ ഉപദേശ വിഷയങ്ങൾ എന്ന് പറയുന്നത് കഴിഞ്ഞ 22 വർഷങ്ങളായിട്ട് പാസ്റ്റർ ഷാജി പാസ്റ്റർ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. അദ്ദേഹം പഠിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് അദ്ദേഹം ഇന്ന് നമ്മളോട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കണം. പാസ്റ്റർ, ആദ്യമായിട്ട് ഈ രക്ഷ, യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ എന്നതുകൊണ്ട് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? എന്താണ്? ദേവദാസനെ, നിങ്ങളുടെ ചോദ്യം റൈറ്റാണ്. അത് നാം മനസ്സിലാക്കണമെങ്കിൽ അതിനു മുമ്പ് ബൈബിളിൽ ലക്ഷ്യം ഒന്ന് പറഞ്ഞിട്ട് രക്ഷ മനസ്സിലാക്കുന്നതായിരിക്കും കുറേ നല്ലത്. അതായത് ദൈവം നമ്മളെ എന്തിനായി നിയമിച്ചിരിക്കുന്നു എന്ന നിയമനം മനസ്സിലാക്കിയിട്ട് ഈ രക്ഷയെക്കുറിച്ച് പറഞ്ഞാൽ കുറേ കൂടി നന്നായിരിക്കും. അതുകൊണ്ട് ഞാൻ ആദ്യം ദൈവം നമ്മളെ എന്തിനായി നിയമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞോട്ടെ. തീർച്ചയായിട്ടും. സഹോദരങ്ങളെ, ദേവദാസന്മാരെ, നിങ്ങളെല്ലാം ഞാൻ സ്നേഹിക്കുന്നു. പ്രത്യേകിച്ച് സുവിശേഷം അറിയിക്കുന്നവരുടെ, സത്യസുവിശേഷം അറിയിക്കുന്നവരുടെ പാദങ്ങൾ എത്ര മനോഹരം. അപ്പോൾ ദൈവം നമ്മളെ എന്തിനായി നിയമിച്ചിരിക്കുന്നു എന്ന് ഞാൻ പറയുമ്പോൾ അതിന് വചനത്തിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് അതിന് ബലം. അപ്പോൾ 1 തെസ്സലോനിക്കൻ 5-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു: ദൈവം നമ്മളെ കോപത്തിനല്ല നിയമിച്ചാക്കിയിരിക്കുന്നത്, നാം ഉറങ്ങിയാലും ഉണർന്നാലും നാം ദൈവത്തോടു കൂടെ ജീവിക്കേണ്ടതിന്. മാർക്ക് ദ പോയിന്റ്. നാം ദൈവത്തോടു കൂടെ ജീവിക്കേണ്ടതിന്. മാർക്ക് ദ പോയിന്റ്. നാം ദൈവത്തോടു കൂടെ ജീവിക്കേണ്ടതിന്. മാർക്ക് ദ പോയിന്റ്. യേശുക്രിസ്തു മുഖാന്തരം, അതായത് ദൈവപുത്രനായ യേശുക്രിസ്തു മുഖാന്തരം രക്ഷയെ പ്രാപിപ്പാൻ അത്രേ നമ്മെ നിയമിച്ചിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ആ വചനം ഒന്ന് വായിച്ചുകൊണ്ട് നമുക്ക് രക്ഷയിലേക്ക് കിടക്കാം. അപ്പോൾ ദ 1 തെസ്സലോനിയൻസ് ചാപ്റ്റർ 5 വേഴ്സ് 9: ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ, അതായത് ദൈവത്തോടു കൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാൻ അത്രേ നിയമിച്ചാക്കിയത്. അപ്പോൾ രക്ഷയുടെ പോയിന്റ് അവിടെ വരുന്നു. ഇനി ബൈബിൾ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. വെളിപ്പാട് 21:3: ഇതാ ദൈവത്തിൻ്റെ കൂടാരം, മനുഷ്യരോടുകൂടെ ദൈവം മനുഷ്യരോടുകൂടെ പാർക്കും. ഈ വചനം നിവൃത്തിയാകുകയാണ്. അപ്പോൾ അതിനു വേണ്ടിയാണ് രക്ഷ. അവിടെ പറയാണ്, അതിനു വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം രക്ഷയെ പ്രാപിപ്പാൻ അത്ര നിയമിച്ചത്. അപ്പോൾ ഈ രക്ഷ എന്ന് പറയുന്നത് ഏതോ കുടുക്കിൽ നിന്ന് നമ്മളെ രക്ഷിക്കുക. ദൈവം ഒരിക്കലും നമ്മളെ സൃഷ്ടിച്ചാക്കിയത് രക്ഷിക്കാനല്ല. പകരം വിശുദ്ധ ബൈബിൾ പറയുന്നു, എബ്രായ ലേഖനം 10:36: ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാനാണ് സൃഷ്ടിച്ചാക്കി. പക്ഷേ രക്ഷ ആവശ്യമായി വന്നു. കാരണം മനുഷ്യൻ പാപം ചെയ്തു, അവൻ മരണത്തിൻ്റെ പിടിയിലായി, പിശാചിൻ്റെ പിടിയിലായി. ലോകമെന്ന ജയിലിൽ പിശാചെന്ന ജയിലറുടെ കീഴിലായിപ്പോയി. ഇനി ഇവന് വാഗ്ദത്തം ചെയ്ത ദൈവത്തോടു കൂടിയുള്ള ജീവിതം പറ്റില്ല. അപ്പോൾ ദൈവത്തോടു കൂടി ജീവിക്കണമെങ്കിൽ അതിനു മുമ്പ് ഇപ്പോഴിവനായിരിക്കുന്ന പാപ മരണക്കുഴിയിൽ നിന്ന് രക്ഷിച്ചെടുക്കണം. അതിനു വേണ്ടി ദൈവം തൻ്റെ പുത്രനെ
അല്ല, ഞാൻ ചോദിക്കുന്നത് നമുക്ക് ഈ രക്ഷ ആവശ്യമായി തീരുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചത്. അതാ ഈ പറയുന്നേ. പാപം നിമിത്തം മനുഷ്യൻ ലോകമെന്ന ജയിലിൽ, പിശാചെന്ന ജയിലറുടെ കീഴിലായി ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. അതായത് ഈ ആദാം ചെയ്ത പാപത്തിന്റെ പരിണിത ഫലമാണോ നമ്മൾ പാപികളായി തീർന്നത്? ആദം ചെയ്ത പാപത്തിന്റെ പരിണിത ഫലമായി നമ്മളെല്ലാം മരണം വാഴുന്നു. ആദം ചെയ്ത പാപത്തിന്റെ ഫലമായി പിശാച് നമ്മുടെ ഉള്ളിൽ ജഡചിന്തകൾ എന്ന മരണം എന്ന് ഉദ്ദേശിക്കുന്നത് ശാരീരിക മരണമാണോ ആത്മീക മരണം? എന്താണ് ആ മരണം പാപ ഉദ്ദേശിക്കുന്നത്? ആദാം ചെയ്ത പാപത്തിന്റെ പരിണിത ഫലമായി മരണം വാഴും എന്ന് പറയുന്നത് ഏത് മരണത്തെ കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തുന്നത്? നമ്മൾ സമ്പൂർണമായും ഇതിലൂടെ മരണത്തിലേക്ക് വരും. ആദ്യം നമ്മളുടെ ദൈവത്തിൽ നിന്ന് മരണം വെച്ച സെപ്പറേഷൻ എന്നാണ്. നമ്മളുടെ ആത്മാവിൽ അത് ആരംഭിച്ച് നമ്മുടെ സോളിൽ അത് അവസാനിക്കും. നമ്മുടെ ആത്മാവിൽ ആദ്യം അത് ആരംഭിച്ചു, അതോടുകൂടി ദൈവ തേജസ് ഇല്ലാത്തവരായി. പിന്നെ അത് നമ്മുടെ ബോഡിയിലേക്ക് കയറുന്നു, നമ്മുടെ ബോഡി മരണത്തിലേക്ക് പോകുന്നു. തുടർന്ന് നമ്മുടെ സോള് തീപ്പേക്കിലേക്ക് പോകുന്നു. ഇതാണ് രണ്ടാം മരണം. ആരംഭിച്ച ആ മരണം രണ്ടാം മരണത്തിലൂടെ തീരുന്നു. ഇതാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത്. പാസ്റ്റർ പറയുന്നത് ആദാം ചെയ്ത പാപത്തിന്റെ പരിണിത ഫലമായി മാനവജാതി ആദാമിന്റെ സന്തതി പരമ്പരകളായതുകൊണ്ട് ആ മരണം, ആത്മീക മരണം എന്ന് പറഞ്ഞാൽ നിത്യമായ ഒരു മരണം. എന്നാൽ ആ നിത്യമരണത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാനായിട്ട് കർത്താവായ യേശു ക്രിസ്തു തന്റെ ക്രൂശ് മരണം വഹിക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? അതെ. സ്വർഗത്തിലെ ദൈവം നമ്മളെ സ്നേഹിച്ചുകൊണ്ട് തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി നൽകി. ഇതാണ് യോഹന്നാൻ 3:16 പറയുന്നത്. ആ പുത്രനെ നമുക്ക് നൽകി നാം മരിക്കേണ്ട സ്ഥാനത്ത് യേശു കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചിട്ട് നമ്മളെ സൗജന്യമായി അവിടെ നിന്ന് വിടുവിച്ച് താൻ മരിച്ചപ്പോൾ നമ്മളും ക്രിസ്തുവോട് കൂടെ മരിച്ചു. താൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ ആരെല്ലാം ക്രിസ്തുവിനോട് കൂടെ മരിച്ചോ അവർ പുതിയ സൃഷ്ടികർമ്മത്തിൽ ഉയർത്തെഴുന്നേറ്റു. അതിലാണ് ഈ സംഭവം നമ്മളോട് പറയുമ്പോൾ നാം യേശു കർത്താവിനെ വിശ്വസിക്കുമ്പോൾ ആ പുതിയ സൃഷ്ടിയിൽ സ്വർഗരാജ്യത്തിൽ ആത്മമണ്ഡലത്തിൽ വീണ്ടും ജനിക്കുകയാണ്. ഇനി ആ പുതിയ സൃഷ്ടിയിൽ നാം വളർന്നാൽ നമ്മളുടെ ആ നിത്യജീവൻ ഉറപ്പായി. പകരം ആത്മമണ്ഡലത്തിൽ ജനിച്ച പുതിയ സൃഷ്ടിയിൽ വളരാതെ നാം ബുദ്ധിയില്ലാത്ത ഗലാത്യരി എന്ന് പറയുന്ന പോലെ വീണ്ടും ജഡത്തിലേക്കാണ് നാം വരുന്നതെങ്കിൽ നാം അവിടെ എത്തിച്ചേരുകയില്ല എന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. ഒരാള് സ്വർഗരാജ്യം അവകാശമാക്കാൻ എന്താണ് ചെയ്യേണ്ടത്? സോ സിമ്പിൾ. യേശുവിന്റെ വാക്കുകൾ ഇത്രയേ ഉള്ളൂ. മത്തായി 7:21 എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗരാജ്യം അവകാശമാക്കുന്നത്. ഇനി ഒന്നുകൂടി ഞാൻ കൂട്ടിച്ചേർക്കട്ടെ, ഇത് ഇന്ന് ഒരു 90% വിശ്വാസികൾക്കും അറിയില്ല. പക്ഷെ അറിയാത്തതുകൊണ്ട് കാര്യമില്ല. കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ആകാശം മാറും ഭൂമി മാറും, എൻ്റെ വചനങ്ങൾക്ക് ഒരു മാറ്റവും ഇല്ല. അപ്പോൾ അവിടെ ഒരു ചോദ്യം വരുന്നത്, എന്താണ് ഈ പിതാവിൻ്റെ ഇഷ്ടം എന്ന്? എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ എത്ര സുറിയത്. അപ്പൊ എന്താണ് ഈ പിതാവിൻ്റെ ഇഷ്ടം എന്ന് ഒരാൾ ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടിയാണ്? വളരെ നല്ലൊരു ചോദ്യമാണ്. ഇതാണ് കർത്താവ് മത്തായി 6:33 പറഞ്ഞത്. മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കുക. ആ ദൈവരാജ്യം നാം അന്വേഷിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ആ ദൈവരാജ്യമായി മാറും. യേശു കർത്താവ് നമ്മളോട് പറഞ്ഞത്, നിങ്ങളെ തൻ്റെ രക്തത്താൽ ദൈവത്തിൻ്റെ രാജ്യവും പുരോഹിതന്മാരുമാക്കി തീർത്തിരിക്കുന്നു. അപ്പോൾ ദൈവരാജ്യം നമ്മൾ അന്വേഷിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നത് നമ്മളാണ് ആ ദൈവത്തിൻ്റെ രാജ്യം, നമ്മളിലൂടെയാണ് ആ ദൈവത്തിൻ്റെ രാജ്യം. അതായത് സിമ്പിൾ ഇത്രയേ ഉള്ളൂ. ക്രിസ്തുവിൽ പിതാവ് വസിച്ച് പിതാവ് ഈ ലോകത്തിൽ നടന്നതുപോലെ, ഇമ്മാനുവൽ എന്ന ഫംഗ്ഷൻ നിറവേറ്റിയതുപോലെ, അതായത് ദൈവം മനുഷ്യരോട് കൂടെ, നമ്മളും ക്രിസ്തുവിൽ വസിച്ച് അതേ ഫംഗ്ഷൻ നിറവേറ്റുന്നതാണ് ദൈവരാജ്യം. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ പേര് ദൈവപുത്രന്മാരെന്നാണ്. അങ്ങനെ നമ്മൾ ദൈവപുത്രന്മാരായി വെളിപ്പെടുന്നുവെങ്കിൽ ക്രിസ്തുവെ പോലെ നാം ദൈവിഷ്ടം ചെയ്യുകയാണ്. അപ്പൊ ഈ ദൈവരാജ്യമെന്നും സ്വർഗരാജ്യമെന്നും എഴുതിയിട്ടുണ്ട്. ഇത് രണ്ടും രണ്ടാണോ ഒന്നാണ്? ഇത് രണ്ടും രണ്ടാണെന്നാണ് ആകപ്പാടെ ഞങ്ങൾ ബൈബിൾ കോളേജിൽ പഠിച്ച ദൈവരാജ്യം. പക്ഷെ അത് മൊത്തം കൺഫ്യൂഷനിലേക്ക് കൊണ്ടുവന്നു. ആക്ച്വലി ഇത് രണ്ടും വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ ഒന്നാണ്.
യേശു ക്രിസ്തു ഈ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചുപയോഗിക്കുന്നുണ്ട് മത്തായിയുടെ സുവിശേഷത്തിൽ. പ്രത്യേകിച്ച് ധനവാൻ സ്വർഗരാജ്യത്തിൽ കിടക്കുന്ന കാര്യം പറയുമ്പോൾ യേശു ആദ്യം ഉപയോഗിക്കും ധനവാൻ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കൊടയിലൂടെ കിടക്കുന്നതാണ്. പിന്നെ വീണ്ടും യേശു ഉപയോഗിക്കുമ്പോൾ ധനവാൻ സ്വർഗരാജ്യം എന്നല്ല പറഞ്ഞത്, ധനവാൻ ദൈവരാജ്യത്തിൽ കിടക്കുന്നതിനേക്കാൾ എളുപ്പം. അപ്പൊ യേശു ഈ രണ്ട് കാര്യം ഒന്നായിട്ടാണ് യേശു കാണുന്നതെങ്കിൽ യേശുവിന്റെ അനുഗാമികളായ നമ്മളും യേശു കാണുന്ന പോലെ തന്നെ കണ്ടാൽ പോരെ. അത് നമുക്ക് എല്ലാ കൺഫ്യൂഷനുകളും ഒഴിവാക്കാൻ കഴിയും. ഹല്ലേലൂയ. ദൈവരാജ്യത്തിന് 3 സ്റ്റേജുകളുണ്ട്. അതൊന്നും പറയേണ്ട സ്ഥലമല്ലല്ലോ ഇപ്പോ. അപ്പോ ഇനി നമ്മൾ ഈ ദൈവരാജ്യം അവകാശമാക്കുവാൻ എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ ദൈവരാജ്യം അവകാശമാക്കുവാൻ ഒരു കർമ്മമല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മളെ ദൈവത്തിൻ്റെ ആലയമാക്കി മാറ്റുവാനുള്ള ദൈവത്തിൻ്റെ ആ ഇനീഷ്യൽ പദ്ധതിയോട് നമ്മൾ ചേർന്ന് ക്രിസ്തുവെ അനുഗമിക്കുക, അനുസരിക്കുക. അത്രയും ചെയ്താൽ മതി. ബാക്കിയെല്ലാം ഓൾറെഡി നമ്മുടെ ഉള്ളിൽ സ്ട്രക്ചറലി ചെയ്ത് കഴിഞ്ഞ് കിടക്കുക. അപ്പോൾ ഇനി കർമ്മത്താൽ ഒരു നീതീകരണം ഇല്ല, വിശ്വാസത്താലേ ഉള്ളൂ. കർമ്മത്താലുള്ള നീതീകരണമല്ല. കർമ്മത്താൽ ഒരു മനുഷ്യനും, പ്രത്യേകിച്ച് ദൈവത്തിന്റെ വചനം പറയുന്ന ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും ദൈവസം നീതീകരിക്കപ്പെടുന്നില്ല. ഇനി നമ്മൾ വിശ്വാസത്താലുള്ള നീതീകരണമാണ് നടക്കുന്നത്. അത് ആ വിശ്വാസത്താലുള്ള നീതീകരണം നടന്നു കഴിഞ്ഞു. ഇനി നമ്മളിൽ നടക്കേണ്ടത് യേശുവിനെ അനുഗമിക്കുന്നതിലൂടെയുള്ള വിശുദ്ധീകരണമാണ്. നമ്മുടെ ജീവിതത്തിൽ സാങ്ക്ടിഫിക്കേഷനാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. അതുവഴിയാണ് നമ്മൾ ദൈവപുത്രന്മാരായി വെളിപ്പെടുന്നത്. ഏതൊരു ദൈവപുത്രനും ദൈവരാജ്യമാണ്. ഓക്കെ. അപ്പൊ ഇനി അടുത്ത എൻ്റെ ഒരു ചോദ്യം, നമുക്ക് ഒരിക്കലായിട്ട് ലഭിച്ച ഈ രക്ഷ ഇത് നഷ്ടപ്പെടുമോ, അതോ നമുക്ക് നഷ്ടപ്പെടുത്താം? രക്ഷ എന്ന് പറയുമ്പോൾ അതിന് 3 സ്റ്റേജുകളായിട്ട് വിശുദ്ധ ബൈബിൾ പറയുന്നു. ഒന്ന് രക്ഷിക്കപ്പെട്ടു, ഒന്ന് രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു, മറ്റൊന്ന് രക്ഷിക്കപ്പെടും. 3 ടെൻസാണ് പറയുന്നത്. പക്ഷേ നമുക്കിതൊന്നും തിരിച്ചറിയാതെ പലപ്പോഴും രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം തികഞ്ഞു എന്ന് പറയുന്ന ഒരു ഈസി ഗോയിങ് സമൂഹത്തെ നമ്മുടെ ചുറ്റും കാണാം. വിശുദ്ധ ബൈബിളിലെ യേശു അവരെക്കുറിച്ച് പറയുന്നുണ്ട്, നാശത്തിലേക്ക് പോകുന്ന വഴി വീതിയുള്ളതും അത് വിശാലവുമാണ്, കടന്നു പോകുന്നവർ അനേകരുമാണ്. അപ്പോൾ ഇവിടെ രക്ഷ എന്ന് യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ നമുക്ക് നേടിത്തന്ന രക്ഷ എന്ന് പറയുന്നത് അത് നിത്യമായി നമുക്ക് നിലനിൽക്കുന്നതാണ്. പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുന്നു, യേശുവിൽ വിശ്വസിച്ചതുകൊണ്ടാണ് നമുക്ക് ലഭിച്ചത്. പറയുന്നു, ആദ്യ വിശ്വാസം ഈ അവസാനത്തോളം പിടിച്ചുകൊണ്ടാൽ നീ ദൈവത്തിൻ്റെ ഭവനമായി മാറും. അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ഇല്ല. അപ്പോൾ ഒരിക്കൽ നമ്മൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷം പിന്മാറിപ്പോയാൽ ആ ദൈവരാജ്യം നമുക്ക് നഷ്ടപ്പെടും. പിന്മാറിപ്പോയാൽ ദൈവത്തിൻ്റെ വചനം ക്രിസ്തു ഇങ്ങനെയാണ് പറയുന്നത്, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പിൻപിലേക്ക് തിരിയുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവൻ അല്ല. ഞാൻ പലപ്പോഴും എൻ്റെ ഭാഷയിൽ കൂട്ടിച്ചേർക്കാറുണ്ട്, സഭയ്ക്ക് കൊള്ളാം, കൊയർ ഗ്രൂപ്പിന് കൊള്ളാം, മറ്റു പലതിനും കൊള്ളാം, പക്ഷെ കർത്താവ് പറയുന്നു ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവൻ അല്ല. എന്നാൽ ഈ നാളുകളിലെ ഈ ഒരു പഠിപ്പിക്കൽ വരുന്നുണ്ട്, ഒരുവൻ രക്ഷിക്കപ്പെട്ടിട്ട് അവൻ ഇനി എന്ത് ചെയ്താലും, വ്യഭിചാരമായിക്കൊള്ളട്ടെ, പിടിച്ചുപറിയായിക്കൊള്ളട്ടെ, മോഷണമായിക്കൊള്ളട്ടെ, ഇനി എന്ത് പ്രവൃത്തി ചെയ്താലും അവന്റെ രക്ഷ ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. അവന്റെ സ്വർഗരാജ്യത്തിൽ അവന്റെ സ്ഥാനമാനങ്ങൾക്ക് ഒരു വ്യത്യാസം ഉണ്ടാവുള്ളൂ എന്നൊരു പഠിപ്പിക്കല് ഈ ചില സഭകൾ കൊടുക്കുന്നുണ്ട്. ഇതിന് എങ്ങനെയാണ് പാസ്റ്റർ കാണുന്നത്? ഞാൻ അതിന് മറുപടി ബൈബിളിൽ നിന്ന് വായിക്കാം. ഹെബ്രായ ലേഖനം 3-ാം അധ്യായം 6-ാം വാക്യം. ക്രിസ്തുവോ അവൻ്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായിട്ട് തന്നെ പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചു കൊണ്ടാൽ നാം തന്നെ അവൻ്റെ ഭവനമാകുന്നു. ഇനി അതിൻ്റെ അവന് പറയുന്നത് അവസാനത്തോളം നാം ഇത് പിടിച്ചു പോകണം. ഇനി 3:14 ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ. അതിൻ്റെ അർത്ഥം ഇടയ്ക്ക് വെച്ച് ഇട്ടിട്ട് പോയാൽ ആ പങ്കാളിത്തം നമുക്ക് ലഭിക്കത്തില്ല എന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. പിന്നെ ആളുകൾക്ക് എന്ത് വേണേലും പറയാം, കാരണം ഈ ഒരു ഫേസിലെ ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് വേണേലും തിരഞ്ഞെടുക്കാനുള്ള ഒരു ജീവിതമാണ്. ജീവനും മരണം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു, നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഇതിൻ്റെ അകത്തെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഒരിക്കൽ രക്ഷിക്കപ്പെട്ടതിന് ശേഷം എന്ത് വേണേലും കാണിക്കാമെന്ന് പറഞ്ഞാൽ
ഞാൻ ചോദിക്കുന്നത്, നമ്മൾ പിന്നീട് സഭയിൽ പോയി നമ്മളൊരു തെറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ വ്യഭിചാരം ചെയ്തു, മോഷണം ചെയ്തു, ബലാത്സംഗം പിടിച്ചുപറി നടത്തിയിട്ട് നമ്മൾ പിറ്റേ ദിവസം ആരാധനാലയത്തിൽ സഭയിൽ പോയി എന്താണ് പ്രസംഗിക്കുന്നത്? അതൊരു വലിയ ചോദ്യമല്ലേ? മനസാക്ഷി നഷ്ടപ്പെട്ടവർക്ക്, അഭിനയിക്കാൻ അറിയുന്നവർക്ക് എന്ത് വേണേലും ചെയ്യാം. പക്ഷേ യഥാർത്ഥത്തിൽ ദൈവാത്മാവിൽ വീണ്ടും ജനിച്ചവർക്ക് ഇത് തിരിച്ചറിയാൻ കഴിയും. കാരണം ഒരു വ്യക്തി സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ആ വ്യക്തിയുടെ ഉള്ളിൽ നിന്ന്, എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദികൾ ഒഴുകും. ഈ നദികൾ ഒഴുകി വരുന്ന വ്യക്തികളുടെ വാക്കുകൾ മാത്രമേ നമ്മുടെ അകത്ത് ജീവൻ തരുള്ളൂ. അല്ലാത്ത വ്യക്തികളുടെ വാക്കുകൾ കുറച്ച് സ്പീഡിൽ പറഞ്ഞാൽ നമ്മുടെ ഇമോഷൻ വർക്ക് ചെയ്യും. അതുകൊണ്ട് നമുക്ക് യാതൊരു ഗുണവുമില്ല. അപ്പോൾ നമുക്ക് അല്ലാത്ത വ്യക്തികൾ സംസാരിക്കുമ്പോൾ കുറേ ഇൻഫർമേഷൻ കിട്ടും. ഇൻഫർമേഷൻ കൊണ്ടും വലിയ കാര്യമില്ല. പക്ഷേ കർത്താവ് യേശു പറഞ്ഞതുപോലെ, ഞാൻ സത്യത്തിന് സാക്ഷി നിൽക്കാൻ വന്നിരിക്കുന്നു. സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. അതേ നമുക്ക് ഗുണമുള്ളൂ. അല്ലാത്തത് അറിയുന്നതുകൊണ്ട് യാതൊരു ഗുണം. അപ്പോൾ പാസ്റ്ററുടെ ആശയം എനിക്ക് വ്യക്തമായി. അതായത് രക്ഷ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല, പക്ഷെ നമുക്ക് സ്വയമായിട്ട് നഷ്ടപ്പെടുത്താം, നമ്മൾ ചെയ്യുന്ന പാപത്തിന്റെ നഷ്ടപ്പെടുത്താം. ഇനി അടുത്തത്, ഈ പുതിയ നിയമസഭയ്ക്ക് സ്നാനം നിർബന്ധമാണോ? ജലസ്നാനം നിർബന്ധമാണ്. യേശു കർത്താവിൻ്റെ കൽപ്പനയാണ് ജലസ്നാനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുക എന്നുള്ളത് യേശു കർത്താവിൻ്റെ കൽപ്പനയാണ്. നമ്മൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ, അതായത് ക്രൂശിനെ കള്ളനെ പോലെ സ്നാനപ്പെടാൻ സൗകര്യം കിട്ടിയില്ല, നമുക്ക് സൗകര്യം ഉണ്ടെങ്കിൽ നാം അത് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഭൂരാജാക്കന്മാർക്ക് അധിപതിയായ ദൈവത്തിൻ്റെ പുത്രനായ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ കൽപ്പനയാണ്. ഒരു രാജാവിൻ്റെ കൽപ്പന നിരസിക്കാതിരിക്കുന്നതാണ് ഏതു പ്രജയ്ക്കും നല്ലത്. അപ്പൊ ഈ സ്നാനം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ക്രിസ്തുവിനോട് ചേരാനാണോ സ്നാനം? തീർച്ചയായും ക്രിസ്തുവോട് ചേരാൻ, പിതാവിൻ്റെ പ്രവൃത്തിയോടും പുത്രൻ്റെ പ്രവൃത്തിയോടും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയോടും ചേരാൻ. ചുരുക്കം പറഞ്ഞാൽ ക്രിസ്തുവോട് ചേരുവാൻ സ്നാനമേൽക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിനോട് ചേരുവാനാണ് സ്നാനമെങ്കിൽ ശിശുസ്നാനമല്ലേ അതിന്റെ ഒരു ശരിയായ നടപടി? കാരണം ഒരാൾ സ്നാനപ്പെടുന്നവരെ പിന്നെ ക്രിസ്തുവിനോട് അവൻ ചേരുന്നില്ലല്ലോ. ചോദ്യം ക്ലിയർ അല്ല. ചോദ്യം എന്ന് പറഞ്ഞാലേ, ഒരു കുട്ടി ജനിച്ചു വളർന്ന് ഒരു 15 വയസ്സായി, അവൻ സ്നാനപ്പെട്ടിട്ടില്ല. അപ്പോൾ ആ 15 വയസ്സ് വരെയും ആ കുട്ടി ക്രിസ്തുവിനോട് ചേർന്നിട്ടില്ലല്ലോ. ദൈവത്തിന്റെ വചനം പറയുന്നു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ. ഇപ്പോൾ ഒരു വ്യക്തി വിശ്വസിക്കാൻ എപ്പോൾ, അതായത് കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് വിശ്വസിക്കാൻ എപ്പോൾ പ്രാപ്തിയുള്ളവനാവുന്നു, അപ്പോൾ സ്നാനപ്പെടുന്നതാണ് തിരുവചനപ്രകാരം ആഭികാമ്യം. അതെ. അപ്പൊ ഈ കുട്ടികളെ സ്നാനപ്പെടുത്തേണ്ട ആവശ്യകതയില്ല. കുട്ടികളെ നമ്മൾ ദൈവകരങ്ങളിൽ സമർപ്പിക്കുക, ഒരു സമർപ്പണത്തിന്റെ ആവശ്യകതയുണ്ട്. കാരണം മക്കളെ യഹോവയുടെ ദാനമാണ്, ദൈവത്തിന്റെ ദാനമാണ്. അല്ല, അങ്ങനെ ഈ ശിശുക്കളെ സമർപ്പിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? യേശു കർത്താവിനെ സമർപ്പിക്കാനായിട്ട് കൊണ്ടുപോകുന്നത് തിരുവചനം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അല്ല, അന്നേരം ആ സമയത്ത് പരിച്ഛേദന ഒക്കെ ഉണ്ടായിരുന്നല്ലോ. പരിച്ഛേദന, യേശു കർത്താവ് ന്യായപ്രമാണത്തിന്റെ കീഴിൽ വന്ന ഒരാളാണ്. ആ ന്യായപ്രമാണത്തിന്റെ എല്ലാം തൻ്റെ ജീവിതത്തിൽ യേശുക്രിസ്തു ഏൽപ്പിച്ചു കൊടുത്തു. എന്നാൽ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ന്യായപ്രമാണം എന്ന ശിശുപാലകനിൽ നിന്ന് സ്വതന്ത്രരായി യേശുക്രിസ്തു എന്ന ഒരു അമ്മയുടെ കയ്യിലേക്ക് ശിശുപാല, അതായത് ഡേ കെയറിൽ നിന്ന് കുഞ്ഞിനെ കൊടുക്കുന്നത് പോലെ നമ്മളെ യേശുക്രിസ്തുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. ഇനി യേശുക്രിസ്തു പറയുന്നത്, എപ്പോഴും പറയുന്നുണ്ട്, എൻ്റെ പിതാവ് എനിക്ക് തന്നവരൊക്കെയോ ആ യേശുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തിരിക്കുക. ഇനി അവസാനം യേശുക്രിസ്തു നമ്മളെല്ലാം പിതാവിൻ്റെ കയ്യിലേൽപ്പിക്കണം. അവസാനം കിങ്ഡം അപ്പം പിതാവിൻ്റെ കയ്യിലേൽപ്പിക്കും. അപ്പം നമുക്ക് പുതിയ നിയമത്തില് പുതിയ വിശ്വാസികളും അവരുടെ മക്കളെ ഒന്നും ഈ ശിശു പ്രതിഷ്ഠ നടത്തിയായിട്ടൊന്നും കാണാനായിട്ടില്ല. അപ്പോൾ അത് ഒരു പക്ഷേ നല്ലത് എന്ന് തോന്നി നമ്മുടെ സഭാ പിതാക്കന്മാരോ അല്ലെങ്കിൽ മുൻ ശുശ്രൂഷകന്മാരൊക്കെ ഏർപ്പെടുത്തിയ ഒരു കാര്യമായിരിക്കും ഈ ശിശു പ്രതിഷ്ഠ എന്നാണ് എനിക്ക് മനസ്സിലായത്. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ പറയാം, എന്നെ സംബന്ധിച്ച് എൻ്റെ ദൈവം, എൻ്റെ അപ്പ എനിക്കെല്ലാം എല്ലാം. എനിക്ക് എന്ത് തന്നാലും എൻ്റെ അപ്പ തരുന്നതാണ്. എന്നെ കൈ കിട്ടിയാലും അതൊരു പേനയാകട്ടെ, ഒരു മൊട്ടുസൂചി ആകട്ടെ, ഞാൻ കിട്ടുമ്പോൾ തന്നെ പറയാം, പപ്പാ നന്ദി, ഇത് അങ്ങ് തന്നതാ, അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എവിടെയായാലും അവിടെ മുട്ട് മടക്കും. അതാണ് എൻ്റെ രീതി.
അപ്പൊ ഈ സ്നാനപ്പെട്ടെങ്കിൽ മാത്രമേ ഒരാൾ ദൈവരാജ്യം അവകാശമാക്കിയുള്ളൂ എന്നൊരു പഠിപ്പിക്കലുണ്ട്. അതിനെ പാസ്റ്റർ എങ്ങനെ കാണുന്നു? തിരുവചനത്തിലേക്ക് പൂർത്തീകരണപ്പെടണമെങ്കിൽ സ്നാനപ്പെടണം എന്നുള്ളൊരു പഠിപ്പിക്കല് ഈ നാളുകളുണ്ട്. അതിനെ എങ്ങനെയാ പാസ്റ്റർ കാണുന്നത്? മറ്റുള്ളവരുടെ പഠിപ്പിക്കൽ എന്തെങ്കിലും ആകട്ടെ, ഞാൻ ബൈബിളിലെ ഞാൻ മനസ്സിലാക്കിയത് ഞാൻ പറയാം. അതായത് നേരത്തെ സ്നാനത്തെക്കുറിച്ച് പറഞ്ഞു ക്രൂശിലെ കള്ളൻ. ക്രൂശിലെ കള്ളൻ സ്നാനമൊന്നും പെട്ടിട്ടില്ല. പക്ഷെ കർത്താവായ യേശുക്രിസ്തുവിനെ അവൻ ക്രൂശിൽ വെച്ച് തന്നെ അംഗീകരിച്ചു. കാരണം മറ്റേ കള്ളനോട് പറയുകയാണ്, നാമോ പാപികളാ, ഇവൻ യാതൊരു പാപവും ചെയ്തിട്ടില്ല. പക്ഷെ ഇവൻ മരിക്കുന്നത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണെന്നൊരു ഇൻഡയറക്റ്റ് മീനിങ് അതിൽ വരികയാണ്. യേശുക്രിസ്തു നീതിമാനാണ്. അപ്പോൾ യേശുവെ എന്നെയും കൂടി ഓർക്കണമേ എന്ന് പറഞ്ഞപ്പോൾ ഒരു സബ്മിഷനാണ് അവിടെ കണ്ടത്. ഉടനെ യേശു പറഞ്ഞത്, നീ ഇത് കഴിഞ്ഞിട്ട് സ്നാനപ്പെട്ടു വന്നാൽ നിന്നെ ഞാൻ പർദീസയിൽ ചേർക്കാമെന്നല്ല. യേശു പറഞ്ഞു, ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിലുണ്ട്. ഇത് തീരുമാനമൊക്കെ സ്വർഗസ്ഥ പിതാവ് യേശുവിന് കൊടുത്തിരിക്കുക. സകല ന്യായവിധിയും പിതാവിനെ ഒരു വ്യക്തി എങ്ങനെ ബഹുമാനിക്കുന്നു അതേപോലെ തന്നെ പുത്രനെയും ബഹുമാനിക്കാൻ. ഓക്കെ, എനിക്ക് മനസ്സിലായി, പാസ്റ്ററുടെ ആശയം എനിക്ക് വ്യക്തമായി. ഇനി അടുത്തത് ഈ അന്യഭാഷ. അത് പരിശുദ്ധാത്മ സ്നാനത്തിന്റെ ഒരു പ്രകടനമാണ് അന്യഭാഷ എന്ന്. അന്യഭാഷ അടയാളത്തോടു കൂടിയുള്ള ഒരു പരിശുദ്ധാത്മാഭിഷേകം. എന്താണ് പാസ്റ്റർ അതിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്? പാസ്റ്ററുടെ സഭയിൽ അങ്ങനെ അന്യഭാഷ പറയുന്നവരുണ്ടോ? പാസ്റ്റർ അന്യഭാഷ പറയുമോ? എന്താണ് അതിൻ്റെ ഒരു പാസ്റ്റർ മനസ്സിലാക്കിയേക്കുന്നത്? അന്യഭാഷ എന്ന് പറയുന്നത് സ്വർഗത്തിലെ ദൈവം തൻ്റെ ആത്മാവിനെ തന്നതിൻ്റെ ആത്മവരത്തിൻ്റെ ഒരു റിഫ്ലക്ഷനാണ്. അത് എല്ലാവർക്കും അന്യഭാഷ ഉണ്ടാകണമെന്നില്ല. ഒരുവന് രോഗസൗഖ്യത്തിൻ്റെ വരം, ഒരുവന് അന്യഭാഷകളുടെ വരം. അപ്പോൾ എല്ലാവർക്കും അത് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ഉണ്ടായാൽ നല്ലത്. പിന്നെ അതൊക്കെ ഉപയോഗിക്കുന്നതിനൊരു ചിട്ട ഉണ്ട്. വേദപുസ്തകം തന്നെ പറയുന്നുണ്ട്. അത് നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ അവഹേളിതരാകാതെ ഇരിക്കുകയും സഭയ്ക്ക് ആത്മീയ ഉത്കർഷം, ആത്മീയമായ അഭിവൃദ്ധി ഉണ്ടാകാൻ അത് സഹായിക്കുകയും ചെയ്യും. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ പാസ്റ്ററോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഞങ്ങളുടെ അതായത് കത്തോലിക്ക സഭ മുതൽ പെന്തക്കോസ്റ്റൽ സഭ വരെ ഒരു ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ത്രിയേക ദൈവം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ത്രിയേക ദൈവം എന്നുള്ളതാണ്. എന്താണ് പാസ്റ്റർ ബൈബിൾ പഠിച്ചതിന് ശേഷം പാസ്റ്റർക്ക് മനസ്സിലായത്? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നുള്ള ആ ബന്ധത്തെക്കുറിച്ച് എന്താണ് പാസ്റ്റർക്ക് മനസ്സിലായത്? നല്ലൊരു ചോദ്യമാണ്. അത് ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുമാണ്. ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ബൈബിളിലെ സ്റ്റേറ്റ്മെൻറ്റ് സത്യമാണ് എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ഏകദൈവം എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ബൈബിളിൽ ഇല്ല എന്നുള്ളതാണ്. അത് നമ്മളായിട്ട് ഈ കാലത്തിൻ്റെ ഇടയിൽ കൂട്ടിച്ചേർത്തത്. എവിടെയോ ആരാണ് എന്തെന്നറിയത്തില്ല. നിക്കിയ സൂനകദോസ് പഠിക്കുമ്പോൾ അതിൽ പറയുന്ന ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും എന്നെ സംബന്ധിച്ച് സത്യമായിട്ടുള്ള കാര്യങ്ങൾ, ചില ഗ്രാമർ മിസ്റ്റേക്കുകൾ അവിടെ ഇവിടെ ഒഴിച്ച് പിതാവിൽ വിശ്വസിക്കുന്നു, പുത്രനിൽ വിശ്വസിക്കുന്നു, പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു. എന്നാൽ ഇത് മൂന്നും കൂടിയുള്ള ഒരു ദൈവവും എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോഴാണ് അവിടെ ഒരു വിഷയം വരുന്നത്. കാരണം അങ്ങനെ ബൈബിൾ പറഞ്ഞിട്ടില്ല. പകരം ബൈബിളിൽ പല സ്ഥലങ്ങളിലും പിതാവായ ഏകദൈവമേ നമുക്കുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടിയ ഏകദൈവം എന്ന് പറയുമ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ തെറ്റാണ് എന്ന് നാം അറിയാതെ തന്നെ വ്യാഖ്യാനിക്കുകയാണ്. ഓക്കെ, ഇനി അതിൻ്റെ എക്സ്പാൻഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടെയുള്ള ഒരു ത്രിയേക പ്രവർത്തനം നമുക്ക് ബൈബിളിൽ കാണാം. അത് ദൈവപുത്രനായ ക്രിസ്തുവിലാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിന് പ്രധാനമായി പല രീതിയിൽ പ്രവർത്തനം ഉണ്ടെങ്കിലും പ്രധാനമായി രണ്ട് രീതിയിലുള്ള പ്രവർത്തനമാണ്. ഒന്ന് ഡയറക്റ്റ്, മറ്റൊന്ന് തൻ്റെ പുത്രന്മാരിലൂടെ. ദൈവം ഡയറക്റ്റ് പ്രവർത്തിക്കുന്നത് തൻ്റെ ആത്മാവിനാലാണ്. ഡയറക്റ്റ് പ്രവർത്തിക്കുക, അതായത് ഞാൻ എൻ്റെ കൈ ഉപയോഗിച്ച്, എൻ്റെ ശക്തിയും ജ്ഞാനം ഉപയോഗിച്ച് ഇതാ ഈ ഗ്ലാസ് എടുത്തു, ഞാൻ തന്നെയാണ് എൻ്റെ കൈ ഉപയോഗിച്ച് ചെയ്യുന്നത്. എന്നാൽ
ഞാൻ എൻ്റെ ശക്തിയും ബലവും മറ്റൊരാൾക്ക് കൊടുത്തിട്ട് അയാളെ കൊണ്ട് അത് ചെയ്യിക്കുന്നു, അയാളെ മുഖാന്തരമാക്കുന്നു. അങ്ങനെ ഒരു പ്രവർത്തനമുണ്ട് ദൈവത്തിന്. അതാണ് ക്രിസ്തുവിലൂടെ ചെയ്യുന്നത്, ക്രിസ്തു മുഖാന്തരം ചെയ്യുന്നത്. അവിടെ സ്വർഗത്തിലെ ദൈവം തൻ്റെ ശക്തിയും തൻ്റെ ജ്ഞാനവുമായ തൻ്റെ ആത്മാവിനെ തൻ്റെ പുത്രനായ ക്രിസ്തുവിന് കൊടുക്കുന്നു. ആ ക്രിസ്തുവിലൂടെ ഈ ദൈവം ക്രിസ്തു മുഖാന്തരം പ്രവർത്തിക്കുന്നു. ആ പ്രവർത്തനമാണ് ത്രിയേക പ്രവർത്തനം. ദൈവം തൻ്റെ പുത്രനിൽ തൻ്റെ ആത്മാവിനെ കൊടുക്കുകയും ആ പുത്രനിലൂടെ താൻ ഭൂമിയിൽ വെളിപ്പെടുകയും ചെയ്യുന്നു. അതാണ് ത്രിയേക പ്രവർത്തനം. ദൈവം പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ എന്ന് ബൈബിളിൽ പല സ്ഥലങ്ങളിൽ ബൈബിൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഇതുകൊണ്ടാണ് 1 കൊരിന്ത്യൻ 8:5-6-7 വാക്യങ്ങൾ പറയുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു, ഈ അറിവ് എല്ലാവർക്കും ഇല്ല. ഏതറിവ്? ഏലോഹീം എന്ന് പറയുന്നവർ, അതായത് തിയോസ്, ദൈവങ്ങൾ എന്ന് പറയുന്നവർ ആകാശത്തിലും ഭൂമിയിലും അനേകരുണ്ട്. എന്നാൽ ഇവരുടെ നടുവിൽ പിതാവായ, ശ്രദ്ധിച്ച് കേൾക്കുക, മാർക്ക് ദ വേർഡ്, പിതാവായ ഏക ഏലോഹിമേ നമുക്ക് ഉള്ളൂ. അപ്പോൾ നമ്മൾ പറയുന്ന ത്രിയേകത അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ വചനം തെറ്റാണ് നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. ബൈബിളിലെ ഒരു വചനവും തെറ്റല്ല, എല്ലാം സത്യമാണ്, ചില ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കുകൾ ഒഴിച്ച. അപ്പോൾ ഇനി അത് തന്നെയാണ് യേശു കർത്താവ് യോഹന്നാൻ 5:44 യേശു കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ മനുഷ്യർ തമ്മിൽ ബഹുമാനിച്ച് ഏകദൈവത്തിൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാത്ത നിങ്ങൾ, മാർക്ക് ദ പോയിന്റ്, ഏകദൈവത്തിൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കുവാൻ കഴിയും? അപ്പോൾ ഹൃദയം നിറഞ്ഞ് കവിയുന്നതാണ് അതരം സംസാരിക്കുന്നത്. അപ്പോൾ യേശുവിൻ്റെ ഹൃദയത്തിൽ ത്രിയേകദൈവമല്ല, ഏകദൈവമാണ് യേശുവിൻ്റെ ഹൃദയത്തിൽ. വീണ്ടും യോഹന്നാൻ 17:3 ഇതേ യേശു കർത്താവ് തന്നെ പിതാവിനെ നോക്കി പറയാണ്, ഏക സത്യദൈവമായ നിന്നെയും നമ്മുടെ യേശു നുണ പറയുമോ? ഇല്ല. ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ച യേശു ക്രിസ്തുവിനെയും തന്നെയും അറിയുന്നതാണ് നിത്യജീവൻ. ഇനിയും എഫേസ്യ ലേഖനം, നമ്മൾ പറയുന്ന ത്രിയേകമാണെങ്കിൽ ഇതും തെറ്റാണ് നമ്മൾ പ്രഖ്യാപിക്കുക. എഫേസ്യ ലേഖനം 4:5-6 വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ പറയുന്നു, ഒരേ ഒരു കർത്താവേ നമുക്കുള്ളൂ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, പ്രത്യാശ ഒന്ന്, കർത്താവ് ഒരുവൻ, എല്ലാവർക്കും മുകളിലുള്ളതും എല്ലാവർക്കും ദൈവവും എല്ലാവരിലും പ്രവർത്തിക്കുന്നവനും ദൈവവും പിതാവുമായവൻ, മാർക്ക് ദ പോയിന്റ്, ദൈവവും പിതാവുമായവൻ ഒരുവൻ, ത്രിയേകൻ എന്നല്ല, ഒരുവൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വചനങ്ങളെയൊക്കെ ക്യാൻസൽ ചെയ്യാൻ നമ്മൾ അറിയാതെ ചെയ്യുകയാണ്. അപ്പോൾ നമ്മളുടെ പാരമ്പര്യത്തിൽ പല തെറ്റുകളും വന്നിട്ടുണ്ടാകാം. ഇവിടെയൊക്കെ ബൈബിളിലെ സത്യം അറിയുമ്പോൾ നമ്മൾ വചനമനുസരിച്ച് റോമ 12 പറയുന്നത് പോലെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അല്ല പാരമ്പര്യത്തിന് വേണ്ടി മത്തായി 15 പറയുന്ന പോലെ ദൈവകൽപ്പന തള്ളിക്കളഞ്ഞാൽ കർത്താവിൻ്റെ വചനം പറയുന്നു, നിങ്ങൾ എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു. പക്ഷേ ദൈവപുത്രനായ ക്രിസ്തുവിലേക്ക് വരുമ്പോൾ കാര്യം മാറ്റം വേറെയാണ്. ദൈവപുത്രനായ ക്രിസ്തുവിലൂടെയുള്ള ദൈവത്തിൻ്റെ പ്രവർത്തനം ത്രിയേകമാണ്. അതുകൊണ്ട് അതേ ദൈവപുത്രനെ പോലെ ആകാൻ നമ്മളെ നിയമിച്ചാക്കിയിരിക്കുന്നത് കൊണ്ട് നമ്മളുടെ പ്രവർത്തനവും ത്രിയേകമാണ്. ദൈവം തൻ്റെ ആത്മാവിൽ നമ്മളിൽ വസിക്കുകയും നമ്മളിലൂടെ ദൈവം ഈ ഭൂമിയിൽ നടകൊള്ളുകയും ചെയ്യും, പ്രവർത്തിക്കുകയും ചെയ്യും. അതിൻ്റെ പേരാണ് ഇമ്മാനുവൽ. യേശുക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ ഇമ്മാനുവൽ ആയിത്തീർന്നെങ്കിൽ, യേശുക്രിസ്തുവിൽ വീണ്ടും ജനിച്ച് യേശുവിനെ പോലെ ആയി നമ്മളും മാറിയാൽ അതേ ഫംഗ്ഷനിലേക്ക് നമ്മളും വരും. അതാണ് നമ്മളിലൂടെ ഭൂമിയിൽ ദൈവരാജ്യം. ദൈവപുത്രന്മാരുടെ ഈ വെളിപ്പാടിനായി സകല സൃഷ്ടികളും ഈറ്റുന്നതോടെ കാത്തിരിക്കുക. കോഴിയും താറാവും കവുങ്ങും ഒക്കെ ഇതാ മനുഷ്യപുത്രന്മാരായ മരണമുള്ള നമ്മുടെ ഉള്ളിൽ നിന്ന് മരണമില്ലാത്ത ദൈവപുത്രന്മാരായ ക്രിസ്തുവിൻ ജനറേഷനെ കാത്തിരിക്കുകയാണ് അവരെല്ലാം. അതുകൊണ്ട് നമുക്ക് അനുദിനം ക്രിസ്തുവോട് പഠിച്ച് നമുക്ക് അതിലേക്ക് എത്തിച്ചേരാം. അപ്പോൾ നമ്മൾ ഒരു ക്രിസ്തീയ വിശ്വാസി, നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആരോടാണ്? പ്രാർത്ഥിക്കേണ്ടത് ആരോടാണ്? യേശു കർത്താവ് ഇങ്ങനെയാണ് പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിപ്പിൻ. നമുക്ക് മത്തായിയുടെ സുവിശേഷം 6:9 മുതൽ നമുക്ക് കാണാം. ഇങ്ങനെ പ്രാർത്ഥിപ്പിൻ. ലൂക്കോസ് സുവിശേഷത്തിലും കാണാം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ.
ഈ യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിൽ വളരെ വ്യക്തതയോട് പറയുന്നുണ്ട് ആരോടാണ് പ്രാർത്ഥിക്കുന്നതെന്ന്. പക്ഷേ നമുക്കിതൊന്നും അറിയാത്തത് കൊണ്ട് നമ്മൾ ദൈവത്തിനായ ക്രിസ്തുവോട് പ്രാർത്ഥിക്കും. അതിൽ തെറ്റൊന്നുമില്ല. കാരണം നമുക്കറിയാവുന്ന ക്രിസ്തുവിനെ ഉള്ളൂ. ക്രിസ്തുവിലൂടെയാണ് നാം പിതാവിനെ അറിയുന്നത്. പക്ഷേ യേശുക്രിസ്തു പറയുന്നു, അന്നാളിൽ നിങ്ങൾ എന്നോടൊന്നും ചോദിക്കത്തില്ല, നിങ്ങളെല്ലാം ചോദിക്കുന്നത് പിതാവിനോടായിരിക്കും. അന്നാളിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇടയിൽ നിന്ന് പ്രാർത്ഥിക്കുമെന്നും പറയുന്നുമില്ല. പകരം നിങ്ങൾ നേരിട്ട് പിതാവിനോടായിരിക്കും ചോദിക്കുന്നത്. ഇപ്പോഴല്ല, അന്നെന്ന് പറയുന്നത് ഇന്ന് നിങ്ങൾ എന്നെ അനുഗമിക്കുക, എല്ലാം എന്നോടാ ചോദിക്കണേ. പക്ഷേ അന്ന് നമുക്ക് യോഹന്നാൻ 16 ഇതൊക്കെ കാണാം. അന്ന് നിങ്ങൾ എന്നോടല്ല. ഞാൻ ബാക്കിയൊന്ന് വായിക്കാം. പലർക്കും ഇത് അറിയാൻ പാടില്ലാത്തൊരു സംഭവമാണ്. അന്ന് എന്ന് പറഞ്ഞുകൊണ്ട് യേശുക്രിസ്തു പറയുന്ന ഈ രംഗം നമുക്കിവിടെ കാണാം. യോഹന്നാൻ 16:23 ഇന്നല്ല അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കുകയില്ല. ആമേൻ ആമേൻ, ഞാൻ ഉറപ്പിച്ചും തറപ്പിച്ചും പറയുന്നു, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും. അപ്പോൾ ആരോട് അപേക്ഷിക്കുന്നത്? പിതാവിനോട്. ഇന്ന് യേശുവിനോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ അന്ന് നിങ്ങൾ എന്നോടല്ല, നേരിട്ട് പിതാവിനോട് ചോദിക്കൂ. കാരണം വഴിയും സത്യവും ജീവനും ഞാനാവുന്നു. എന്നിലൂടെ നിങ്ങൾ എവിടെ എത്തണം? പിതാവിൻ്റെ അടുക്കലെത്തണം. അപ്പം അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കത്തില്ല, എല്ലാം പിതാവിനോടാണ് ചോദിക്കുന്നത്. വീണ്ടും യേശു പറയുന്നു, ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ 26-ാം വാക്യം, അന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നില്ല. അവിടെ എഴുതിയിരിക്കുന്നു ഇന്നല്ല അന്ന് നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിതാവിനോട് അപേക്ഷിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. ഇന്ന് യേശു നമുക്ക് വേണ്ടി പിതാവിനൊക്കെ മധ്യസ്ഥം വയ്ക്കുക, പ്രാർത്ഥിക്കുക, അപേക്ഷിക്കുക. യേശു പറയുന്നു, അന്ന് ഞാൻ അപേക്ഷിക്കുമെന്ന് ഞാൻ പറയുന്നില്ല, പകരം നിങ്ങൾ നേരിട്ടാണ് അപേക്ഷിക്കുന്നത്. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഒരു ദൈവരാജ്യത്തിലെ ആത്മീയ യാത്രയെക്കുറിച്ച് മനസ്സിലാക്കിയാലേ മനസ്സിലാവുള്ളൂ. അത് നമുക്ക് ടൈം കൂടുതലെടുക്കും. ധ്യാനത്തിന് കടന്നു വന്നാട്ടെ ഇതൊക്കെ മനസ്സിലാക്കാൻ സഹായിക്കും. ഓക്കെ, എന്തായാലും ഇത്രയും സമയം ബഹുമാനപ്പെട്ട ഷാജി പാസ്റ്ററോട് സംസാരിക്കുവാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായി കാണുകയാണ്. പാസ്റ്റർ ഇത്രയും സമയം പാസ്റ്റർ അനുവദിച്ചതിൽ പാസ്റ്ററോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇനി നമുക്ക് വീണ്ടും കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താനദാസനെ UP-യിൽ നിന്ന് യാത്ര ചെയ്ത് ഇവിടെ കടന്നു വന്ന് ഈ ധ്യാനകേന്ദ്രത്തിൽ വന്ന് ഇങ്ങനെ ഒരു ശുശ്രൂഷ ഒരുക്കി ഇവിടുത്തെ ദൈവപ്രവൃത്തികളെ ലോകത്തോട് അറിയിക്കാൻ ദൈവം അങ്ങയുടെ ഹൃദയത്തിന് തന്ന വിശാലതയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അങ്ങയോടും നന്ദി അറിയിക്കുകയാണ്. ദൈവം അങ്ങയെയും അങ്ങയുടെ പ്രവർത്തനങ്ങളെയും ഒക്കെ മാനിക്കട്ടെ. നമുക്കൊരുമിച്ച് യേശുവെ പോലെ സത്യത്തിന് സാക്ഷി നിൽക്കാം. എല്ലാ പാരമ്പര്യങ്ങളും താഴെ വയ്ക്കാം. എല്ലാ മനുഷ്യരെയും ഉപദ്രവിക്കുന്നവരെയും സ്നേഹിക്കാം. നമ്മളിലൂടെ ലോകം ദൈവത്തെ കാണട്ടെ, ക്രിസ്തുവെ കാണട്ടെ. അതുവഴി ദൈവനാമം മഹത്വപ്പെടട്ടെ. യേശുവിൽ നടന്ന ആ ഇമ്മാനുവൽ ശുശ്രൂഷ, ദൈവം മനുഷ്യരോട് കൂടെ എന്നുള്ളത് ഇന്നും ദൈവം നമ്മളിൽ വസിച്ച് നമ്മളിലൂടെ ഈ ഭൂമിയിൽ വെളിപ്പെടുവാൻ ഇടയാകട്ടെ. അതിലൂടെ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. പിശാചിനെയും അവൻ്റെ സകല കള്ളപ്രവാചകന്മാരെയും തിരിച്ചറിഞ്ഞ് നമുക്ക് ക്രിസ്തുവിനെ അനുഗമിച്ച് ക്രിസ്താനുരൂപന്മാരായി മാറാം. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. താങ്ക് യു ദേവദാസനെ. താങ്ക് യു വെരി മച്ച്.